PSC ബുള്ളറ്റിനിൽ നിന്നുള്ള ആധുനിക ഇന്ത്യ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. PSC ബുള്ളറ്റിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്, കാണാത്തവർ പോയി കാണാം. 1498 മെയ് മാസത്തിൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ വന്നിറങ്ങി. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തലായിരുന്നു ഗാമയുടെ ലക്ഷ്യം. അതോടെ ഇന്ത്യയുമായി വ്യാപാരം സ്ഥാപിക്കാൻ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയിലെത്തി. ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവരായിരുന്നു അവരിൽ പ്രമുഖർ. വാസ്കോ ഡ ഗാമ തന്റെ ആദ്യ ഇന്ത്യൻ യാത്രയ്ക്ക് ഉപയോഗിച്ച കപ്പലിന്റെ പേര് സാവോ ഗബ്രിയേൽ എന്നായിരുന്നു. വാസ്കോ ഡ ഗാമയുടെ സംഘത്തിലെ മറ്റു കപ്പലുകളായിരുന്നു സാവോ റാഫേൽ, ബാരിയോ എന്നിവ. ഗാമയുടെ സഹോദരൻ പൗലോ ഡ ഗാമയായിരുന്നു സാവോ റാഫേലിന്റെ ക്യാപ്റ്റൻ. ബെറിയോയെ നിയന്ത്രിച്ചത് നിക്കോളോ കോവിൽഹോ ആയിരുന്നു. വ്യാപാര ലക്ഷ്യങ്ങൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടപ്പാക്കണമെങ്കിൽ ഭരണാധികാരികളെയും സ്വാധീനിക്കണമെന്ന് മനസ്സിലാക്കിയ യൂറോപ്യർ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ പക്ഷം പിടിച്ച് ആഭ്യന്തര പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടു തുടങ്ങി. ക്രമേണ അവർ ചില പ്രദേശങ്ങൾ പിടിമുറുക്കി. അധികാരം വ്യാപിപ്പിക്കാൻ ഓരോ കൂട്ടരും ശ്രമിച്ചത് അവർ തമ്മിൽ സംഘർഷത്തിനിടയാക്കി. അങ്ങനെ ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ പോരാട്ടവേദിയായി. അന്തിമ വിജയം കൈവരിക്കാനായത് ബ്രിട്ടീഷുകാർക്കാണ്. മറ്റുള്ളവർക്ക് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ചെറുപ്രദേശങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അങ്ങനെ വ്യാപാരാവശ്യത്തിനായി വന്നവരുടെ കയ്യിലായി നാടിന്റെ കടിഞ്ഞാൺ. അക്കാലത്ത് ഇന്ത്യയിലെ സമ്പന്നവും ഫലപുഷ്ടിയുമുള്ള പ്രദേശമായിരുന്ന ബംഗാളിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ആധിപത്യമുറപ്പിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് പരമാധികാരം ലഭിച്ച ആദ്യ പ്രദേശം ബംഗാളല്ല, ബോംബെയാണ്. ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് രണ്ടാമൻ 1661 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ പോർച്ചുഗൽ രാജാവ് സ്ത്രീധനമായി ബോംബെയെ നൽകി. മുഗൾ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ മറ്റു പ്രദേശങ്ങളെപ്പോലെ ബംഗാളും ഒരു സ്വതന്ത്ര രാജ്യമായി തീർന്നു. 1740 മുതൽ ബംഗാൾ നവാബായിരുന്ന അലിവർദി ഖാൻ 1756 അന്തരിച്ചപ്പോൾ പൗത്രൻ സിറാജുദ്ദൗള നവാബായി. ഇത് അദ്ദേഹത്തിന്റെ മാതൃ സഹോദരിയായ ചേസ്തി ബീഗവും മറ്റൊരു മാതൃ സഹോദരിയുടെ പുത്രനായ ഷൗക്കത്ത് ജംഗും ചോദ്യം ചെയ്തു. ബ്രിട്ടീഷുകാർ ഈ അവസരം മുതലെടുത്തു. 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തി. ഈ യുദ്ധത്തിൽ ചില ഗൂഢാലോചനകളുടെ ഫലമായി നവാബിന്റെ സേനാനായകനായിരുന്ന മിർജാഫർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായാണ് പ്രവർത്തിച്ചത്. സിറാജുദ്ദൗള വധിക്കപ്പെട്ടു. മിർജാഫറിനെ ബ്രിട്ടീഷുകാർ നവാബാക്കി. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് 24 പർഗാനകളും ധാരാളം പാരിതോഷികങ്ങളും നൽകി. ക്രമേണ ബ്രിട്ടീഷുകാരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ മിർജാഫറിന് കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. പകരം ജാമാതാവായ മിർ ഖാസിമിനെ നവാബാക്കി. ബ്രിട്ടീഷുകാരുടെ താളത്തിനൊത്തു തുള്ളാൻ മിർ ഖാസിം തയ്യാറാകാത്തത് പ്രശ്നങ്ങൾക്കിടയാക്കി. ബ്രിട്ടീഷുകാർ മിർ ഖാസിമിന് പകരം മിർജാഫറെ വീണ്ടും നവാബായി അവരോധിച്ചു. മിർ ഖാസിം ബ്രിട്ടീഷുകാർക്കെതിരായ അയോധ്യയിലെ നവാബുമായും മുഗൾ ഭരണാധികാരിയുമായും സഖ്യത്തിലേർപ്പെട്ടു. അവരുടെ സംയുക്ത സൈന്യത്തെ ബക്സാറിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യം പരാജയപ്പെടുത്തി. അതിനുശേഷം ക്ലൈവ് കമ്പനിയുടെ ഭരണം പുനഃസംഘടിപ്പിച്ചു. അദ്ദേഹം ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചു. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെട്ടത് മിർജാഫർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടത് റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഫ്രഞ്ചുകാരുടെ മോഹം തകർത്ത യുദ്ധമാണ് 1760 വാൻഡിവാഷ് യുദ്ധം. തമിഴ്നാട്ടിലാണ് വാൻഡിവാഷ്. ഈ യുദ്ധത്തിൽ ഇംഗ്ലീഷ് സേനയും സർ ഐറേക്കൂട്ടും ഫ്രഞ്ച് സേനയെ കൗണ്ട് ഡി ലാലിയുമാണ് നയിച്ചത്. ബ്രിട്ടനും ഫ്രാൻസും ഇരു ചേരികളിലായി യൂറോപ്പിൽ നടന്ന സപ്തവത്സര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധമാണിത്. ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്ന വർഷമാണ് 1756. സിറാജുദ്ദൗളയുടെ നിർദ്ദേശങ്ങൾ കൽക്കട്ടയിലും കാസിം ബസാറിലുമുള്ള ബ്രിട്ടീഷുകാർ ചെവിക്കൊള്ളാതായപ്പോൾ അദ്ദേഹം അവരുടെ താവളങ്ങൾ പിടിച്ചടക്കി. തടവുകാരായി പിടിക്കപ്പെട്ട അവരിൽ പലരും കാരാഗൃഹത്തിൽ വെച്ച് തിരക്കുമൂലം ശ്വാസം മുട്ടി മരിച്ചു. ഈ സംഭവമാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നറിയപ്പെടുന്നത്, അഥവാ ഇരുട്ടറ ദുരന്തം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വളർച്ച. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ റോബർട്ട് ക്ലൈവ് 1767 സ്ഥാനമൊഴിഞ്ഞ് തിരിച്ചുപോയി.
തുടർന്ന് വന്ന ഗവർണർമാരുടെ കാലത്ത് ഭരണം അധപതിച്ചു. 1772 ഗവർണറായി വന്ന വാറൻ ഹേസ്റ്റിങ്സ് 1774 ഗവർണർ ജനറലായി. ബ്രിട്ടീഷ് പാർലമെന്റ് 1773 പാസാക്കിയ ക്രമവൽകൃത നിയമപ്രകാരമായിരുന്നു ഈ നിയമനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറലായത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ക്ലൈവ് ആരംഭിച്ച ദ്വിഭരണം വാറൻ ഹേസ്റ്റിങ്സ് നിർത്തലാക്കുകയും കൂടുതൽ കാര്യക്ഷമവും ശാസ്ത്രീയവുമായ ഭരണവ്യവസ്ഥ കൊണ്ടുവരികയും ചെയ്തു. ധനകാര്യ നീതിന്യായ വ്യവസ്ഥകൾ പരിഷ്കരിച്ച അദ്ദേഹം സിവിൽ ക്രിമിനൽ കോടതികളും അപ്പീലിന് സുപ്രീം കോടതിയും സ്ഥാപിച്ചു. രണ്ടാം മൈസൂർ യുദ്ധവും ഒന്നാം മറാഠി യുദ്ധവും അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച്മെന്റിന് വിധേയനാക്കിയ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സിനെ കുറ്റവിചാരണ ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ചത് എഡ്മണ്ട് ബർക്ക്. കോൺവാലിസ് പ്രഭുവിന്റെ കാലത്തായിരുന്നു ടിപ്പുവിനെ പരാജയപ്പെടുത്തിയ മൂന്നാം മൈസൂർ യുദ്ധം. 1793 മുതൽ 1798 വരെ ജോൺ ഷോർ ഗവർണർ ജനറലായി. വെല്ലസ്ലി പ്രഭുവിന്റെ കാലത്ത് നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു കൊല്ലപ്പെട്ടു. ജോർജ് ബർലോയുടെ സമയത്തായിരുന്നു വെല്ലൂർ കലാപം. പഞ്ചാബിലെ രഞ്ജിത് സിംഗുമായുള്ള അമൃത്സർ സന്ധി മിന്റോ പ്രഭു ഭരിക്കുമ്പോഴായിരുന്നു. പിണ്ഡാരികൾ എന്ന കൊള്ള സംഘങ്ങളെ അമർച്ച ചെയ്തത് ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. അതിനുശേഷം വന്ന ആംഹേഴ്സ് പ്രഭുവിന്റെ കാലത്താണ് ഒന്നാം ബർമ്മ യുദ്ധം നടന്നത്. വില്യം ബെന്റിക് പ്രഭു സതി നിർത്തലാക്കുകയും തഗ്ഗുകൾ എന്നു പേരുള്ള കൊള്ളക്കാരെ അമർച്ച ചെയ്യുകയും ചെയ്തു. കൽക്കട്ടയിൽ അദ്ദേഹം മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. തുടർന്ന് സർ ചാൾസ് മെറ്റ്കാഫ്, ഓക്ലാൻഡ് പ്രഭു, അലൻ ബറോ എന്നിവർ ഗവർണർ ജനറലായി. 1844 മുതൽ 1848 വരെ കാലത്ത് ഗവർണർ ജനറലായിരുന്ന ഹാർഡിഞ്ച് പ്രഭുവിന്റെ കാലത്തായിരുന്നു ഒന്നാം സിഖ് യുദ്ധം. തുടർന്ന് ഭരണമേറ്റ ഡൽഹൌസി പ്രഭു ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു. ദത്താവകാശ നിരോധന നിയമത്തിലൂടെ അദ്ദേഹം സത്താറ, ജയ്പൂർ, സംബൽപൂർ, ഭഗാട്ട്, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നിവ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർത്തു. ദുർഭരണമാണെന്ന കാരണം പറഞ്ഞ് അയോധ്യയും പിടിച്ചടക്കി. റെയിൽവേ കമ്പി സമ്പ്രദായം എന്നിവ കൊണ്ടുവരികയും ഗതാഗത വ്യാപാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തത് ഇന്ത്യയെ ആധുനീകരിച്ച ഡൽഹൌസി ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നു. തുടർന്ന് ഗവർണർ ജനറലായ കാനിങ് പ്രഭുവിന്റെ കാലത്താണ് 1857 കലാപമുണ്ടായത്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം 1773 ക്രമവൽകൃത നിയമം. ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. പീറ്റിന്റെ ഇന്ത്യ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷം 1784. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആവിഷ്കരിച്ചത് കോൺവാലിസ് പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ചത് വെല്ലസ്ലി പ്രഭു. ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനും സാംസ്കാരിക പുരോഗതിയിലും താൽപര്യം കാണിച്ച ആദ്യ ഇംഗ്ലീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ്. സിന്ധിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത സേനാനായകൻ സർ ചാൾസ് നേപ്പിയർ. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധി ശ്രീരംഗപട്ടണം സന്ധി. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസും റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സുമാണ്. മെക്കാളെ പ്രഭുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ അധ്യയന മാധ്യമം ഇംഗ്ലീഷാക്കിയത് വില്യം ബെന്റിക് പ്രഭുവാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. കലാപത്തിന്റെ കാരണങ്ങൾ പലതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവർത്തിച്ചു വന്ന പിടിച്ചടക്കൽ നയം, വികലമായ ഭരണ, സാമ്പത്തിക, മത നയങ്ങൾ എന്നിവയ്ക്കൊപ്പം സൈനികമായ കാരണങ്ങളും കലാപത്തിന് വഴിതെളിച്ചു. സാമ്രാജ്യ വികസനം മുൻനിർത്തി ബ്രിട്ടീഷുകാർ സൈനിക സഹായ വ്യവസ്ഥ പോലെയുള്ള കരാറുകൾ ഇടപെടുത്തുക വഴി ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും ദത്തവകാശ നിരോധന നിയമം പോലെയുള്ള നിയമങ്ങൾ പ്രയോഗിച്ച് അവരെ സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. ഭരണതലത്തിലെ ഉയർന്ന പദവികൾ യൂറോപ്യരുടെ കുത്തകയായിരുന്നു. വംശീയമായ ഉച്ചനീചത്വങ്ങൾ സമസ്ത മേഖലകളിലും പ്രകടമായിരുന്നു. വിവിധ തരത്തിലുള്ള അസംതൃപ്തി സൈനികരിലും വളരുകയായിരുന്നു. ശമ്പളം വളരെ കുറവായിരുന്നു. ഇംഗ്ലീഷ് മേലുദ്യോഗസ്ഥർ അടിമകളോടെന്ന മട്ടിലായിരുന്നു അവരോട് പെരുമാറിയിരുന്നത്. 1856 മുതൽ അവർക്ക് ഒരു പുതിയ തരം തോക്കും തിരയും ഉപയോഗിക്കേണ്ടി വന്നു. അതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നും അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ നിഷിദ്ധമാണെന്നുമുള്ള വാർത്ത പ്രചരിക്കപ്പെട്ടു. കൊഴുപ്പ് ഉപയോഗിക്കുന്നത് തങ്ങളുടെ മതവികാരത്തിന് ആത്മാഭിമാനത്തിനും എതിരാണെന്ന് അവർ പ്രഖ്യാപിച്ചു.
1857 മെയ് 10 മീററ്റിലെ പട്ടാളക്കാർ പരസ്യമായി ലഹള ആരംഭിച്ചു. അവർ ഡൽഹി പിടിച്ചെടുത്ത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. 1857 മെയ് 10 മീററ്റിലെ പട്ടാളക്കാർ പരസ്യമായി ലഹള ആരംഭിച്ചു. അവർ ഡൽഹി പിടിച്ചെടുത്ത് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ലഹളക്കാരെക്കാൾ മെച്ചപ്പെട്ട യുദ്ധ സമ്പ്രദായങ്ങളും സന്നാഹങ്ങളും ഉണ്ടായിരുന്ന ഭരണകൂടം നാട്ടുരാജാക്കന്മാരുടെ സഹായത്തോടെ കലാപം അടിച്ചമർത്തി. ലഹളക്കാരുടെ അനൈക്യവും സംഘാടനത്തിലുള്ള പരിചയക്കുറവും ഭരണകൂടത്തിന് അനുകൂലമായി. റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയും വധിക്കപ്പെട്ടു. നാനാ സാഹിബ് നേപ്പാളിലേക്ക് പലായനം ചെയ്തു. ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഹുമയൂണിന്റെ ശവകുടീരത്തിൽ അഭയം തേടിയ ബഹദൂർ ഷാ രണ്ടാമൻ മേജർ വില്യം ഹെഡ്സണിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി പട്ടാളത്തിനു മുന്നിൽ 1857 സെപ്റ്റംബർ 20 കീഴടങ്ങി. അടുത്ത ദിവസം ഹോഡ്സൺ ബഹദൂർ ഷായുടെ പുത്രന്മാരായ മിർസ മുഗൾ, മിർസ ഖിസർ സുൽത്താൻ എന്നിവരെയും പൗത്രനായ മിർസ അബൂബക്കറിനെയും ഡൽഹി ഗേറ്റിന് സമീപമുള്ള ഖുനി ദർവാസയിൽ വെച്ച് വെടിവെച്ചു കൊന്നു. ബഹദൂർ ഷാ രണ്ടാമനെ വിചാരണ ചെയ്ത് ബർമ്മയിലെ റങ്കൂണിലേക്ക് നാടുകടത്തി. 1858 ഒരു വിളംബരത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയാധികാരം അവസാനിക്കപ്പെടുകയും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യയിലെ ഗവർണർ ജനറൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധി എന്ന നിലയിൽ വൈസ്രോയി എന്ന സ്ഥാനപ്പേരോടുകൂടി ഭരണ നേതൃത്വം ഏറ്റെടുത്തു. 1857 കലാപകാലത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1857 കലാപകാലത്തെ ആദ്യ കലാപകാരി മംഗൾ പാണ്ഡെ ആയിരുന്നു. 34ാം തദ്ദേശീയ കാലാൾപ്പടയുടെ 6ാം കമ്പനിയിലാണ് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നത്. 2005 റിലീസായ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയുടെ റോൾ ചെയ്തത് അമീർ ഖാനാണ്. കേതൻ മേത്തയായിരുന്നു സംവിധായകൻ. 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ ബാരക്പൂരിൽ തൂക്കിക്കൊന്നു. ലഹള അവസാനിച്ചത് 1858 ജൂലൈ. നാനാ സാഹിബിന്റെ കമാൻഡറായിരുന്നത് താന്തിയ തോപ്പി. ഗറില്ല യുദ്ധമുറകൾക്ക് പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. 1859 ഏപ്രിലിൽ ഒരു ജന്മിയുടെ ചതിയിൽപ്പെട്ട് ഇദ്ദേഹം പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു. രാമചന്ദ്ര പാണ്ഡുരംഗ് തോപ്പി എന്നായിരുന്നു യഥാർത്ഥ പേര്. 1857 കലാപത്തിന് ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ലക്ഷ്മിഭായി ആയിരുന്നു. അവരുടെ യഥാർത്ഥ പേര് മണികർണിക, മന്ത്രാഭായി എന്നും അറിയപ്പെട്ടു. ബീഹാറിലെ ജഗദീഷ്പൂരിൽ നേതൃത്വം നൽകിയത് 70-കാരനായിരുന്ന കൻവർ സിംഗ്. ബഹദൂർ ഷായുടെ ജനറലായിരുന്ന ഭക്ത് ഖാൻ ഡൽഹിയിൽ കലാപം നയിച്ചു. കാൺപൂരായിരുന്നു നാനാ സാഹിബിന്റെ കേന്ദ്രം. അവസാനത്തെ പേഷ്വയായിരുന്ന ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു അദ്ദേഹം. കുടുംബപട്ടം നിഷേധിച്ച അദ്ദേഹം പൂനെ വിട്ട് കാൺപൂരിനടുത്ത് താമസിക്കുകയായിരുന്നു. ധണ്ടു പാദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയും അവധിൽ ബീഗം ഹസ്രത് മഹലും നേതൃത്വം പകർന്നു. ബറയിലിയിൽ രോഹിൽഖണ്ഡിലെ മുൻ ഭരണാധികാരിയുടെ പിന്തുടർച്ചക്കാരനായ ഖാൽ ബഹദൂറിനെ നേതാവാക്കി. ഝാൻസിയിൽ കലാപം അടിച്ചമർത്തിയത് ജനറൽ ഹ്യൂ ഗ്രോസ് ആയിരുന്നു. 1858 ജൂൺ 17 ഝാൻസി റാണി പോരാട്ടത്തിനിടയിൽ മരിച്ചു വീണു. കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത ഇതാ മരിച്ചു കിടക്കുന്നു എന്നാണ് അവരെ പരാജയപ്പെടുത്തിയ ജനറൽ ഹ്യൂ ഗ്രോസ് പറഞ്ഞത്. കാൺപൂരും ലക്നൌവും തിരിച്ചുപിടിച്ചത് സർ കോളിൻ ക്യാംപബൽ. ഡൽഹിയിൽ കലാപകാരികളെ കീഴടക്കിയത് ജോൺ നിക്കോൾസൺ.